ഈ വീഡിയോയിൽ നമ്മൾ ലിനക്സിൻ്റെ ഫയൽ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് ഡിസ്കസ് ചെയ്യും. ഓക്കെ, അതിന് നമ്മൾ ആദ്യം ലിനക്സിൻ്റെ സെർവറിലേക്ക് കണക്ട് ചെയ്യാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ അതിലേക്ക് ലിനക്സിൻ്റെ സെർവറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ കറണ്ട് ഉള്ള ലൊക്കേഷൻ, കറണ്ട് ഉള്ള പാത്ത് എവിടെയാണെന്ന് നോക്കാം. അപ്പോൾ ഇപ്പം നമുക്ക് കാണാം ഈ /home/node നമ്മളുള്ളത്. ഇത് മെയിനായിട്ട് ഈ ലിനക്സിൻ്റെ ഫയൽ സ്ട്രക്ചർ തുടങ്ങുന്നത് ഈ റൂട്ടിലാണ്, ഈ ഫസ്റ്റത്തേൽ. ഓക്കെ, നമ്മളിപ്പോൾ ആ ലൊക്കേഷനിലേക്ക് പോവാണ്. അതിന് വേണ്ടിയിട്ട് cd// ഓക്കെ, ഇനി നമ്മളപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, റൂട്ടിലെത്തി. ഇനി അവിടെ ഏതൊക്കെ ഫോൾഡർ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് കാണാം, നമുക്ക് ഇവിടെ എന്തൊക്കെ ഫോൾഡർ ഉണ്ടെന്ന് കാണാം. ഇതാ ഫസ്റ്റ് ഇവിടെ D എന്ന് കാണുന്നത് ഫോൾഡറാണ്, L എന്ന് കാണുന്നത് ലിങ്ക്, ഇവിടെ ജസ്റ്റ് ഡാഷ് ഉള്ളതാണെങ്കിൽ ഫയല്, ജസ്റ്റ് നോർമൽ ഫയല്. ഇതിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫോൾഡേഴ്സ് മാത്രമാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഫസ്റ്റത്തത് ബൂട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബൂട്ടിന് വേണ്ടിയിട്ട്, അതായത് ലിനക്സ് ബൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കുറച്ച് ഫയൽസ് ഉണ്ട്. ഗ്രബ് ഫയൽ, അതുപോലെ കേണൽ ഇമേജ്, അങ്ങനത്തെ കുറച്ച് ഫയൽസ് ഉണ്ട്. അതൊക്കെ നമ്മുടെ ഈ ബൂട്ടിലാണ് സേവ് ചെയ്യുന്നത്. പിന്നെ ഉള്ളത് ഡേവ് എന്ന് പറഞ്ഞാൽ എല്ലാ ഡിവൈസ് ഫയൽസ്, അതായത് ഹാർഡ് ഡിസ്കിൻ്റെ, CD-ൻ്റെ അങ്ങനത്തെ ഒക്കെ ഡിവൈസ് ഫയൽസ് ഉള്ളത് ഡേവിലാണ്. പിന്നെ ETC എന്ന് പറയുന്നത് നമ്മുടെ എല്ലാ കോൺഫിഗറേഷൻ ഫയൽസും ഈ ETCയിലാണ് ഉണ്ടാകുന്നത്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് ഫോൾഡറാണ്. ഇത് നമുക്ക് മിക്കപ്പോഴും യൂസ് ചെയ്യേണ്ടി വരും, ഈ ETC ഫോൾഡർ. പിന്നെ ഹോം എന്ന് പറഞ്ഞാൽ യൂസർ ഹോം ഫോൾഡർ, അതായത് നമുക്ക് എത്ര യൂസേഴ്സ് ഉണ്ടോ അതൊക്കെ അവരുടെ ഹോം ഡയറക്ടറി ഒക്കെ ഈ ഹോമിൻ്റെ അകത്താണ് ഉണ്ടാകുക. ഇപ്പം നമ്മൾ നേരത്തെ കണ്ടതിന് നമ്മുടെ നോഡ് ഫോൾഡർ നമ്മൾ ലോഗിൻ ചെയ്ത പാട് ഈ /home/node ഉണ്ട്. അപ്പോൾ വേറൊരു യൂസർ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ വേറൊരു യൂസർ 1 ഉണ്ടെങ്കിൽ അത് അവർക്കൊരു യൂസർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫോൾഡർ ഉണ്ടാവും ഈ ഹോമിൻ്റെ അകത്ത്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഓക്കെ, TMP എന്ന് പറയുന്നത് ടെമ്പററി ഫോൾഡറാണ്, അതായത് ടെമ്പററി ഫയൽസ് ഇതിനൊക്കെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന TMP. പിന്നെ വാർ, അതായത് വേരിയബിൾ ഫയൽസ്, നമ്മളെ ഇപ്പോൾ വെബ്സൈറ്റ് ഒക്കെ ഹോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന, അതായത് ഫയൽസ് ഒക്കെ ഹോസ്റ്റ് ചെയ്യണം, അതൊക്കെ നമ്മൾ വാറിലായിരിക്കും യൂസ് ചെയ്യുന്നത്. പിന്നെ ലോഗ് ഫയൽസ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാകുന്നത് ഈ വാർ ഫോൾഡറിലാണ്. വേറെ ഇവിടെ ഒന്ന് കാണാം, ഒരു റൂട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ. ഈ റൂട്ട് ഫോൾഡർ എന്ന് പറയുന്നത് നമ്മളെ റൂട്ട് യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരു യൂസർ ഉണ്ട്, റൂട്ട് യൂസർ. ആ റൂട്ട് യൂസറിന്റെ ഇതാണ് ഹോം ഫോൾഡർ എന്നാണ്. ഈ റൂട്ട് യൂസറിലേക്ക് എങ്ങനെ ലോഗിൻ ചെയ്യണമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ ഉള്ളത് ഓക്കെ, ഇതൊന്നുകൂടി യൂസർ ഫോൾഡർ. ഈ യൂസർ ഫോൾഡറിലാണ് നമ്മുടെ ഈ എക്സിക്യൂട്ടബിൾ ഫയൽസ്, ഡോക്യുമെന്റ് ഫയൽസ്, അങ്ങനത്തെ പാനൽ ഫയൽസ് ഒക്കെ ഉണ്ടാവുന്നത്. ഇപ്പം നമുക്ക് അതിൽ കാണിച്ചാൽ, ഇപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ LS യൂസ് ചെയ്ത്, ഇപ്പോൾ ഈ LS ഫയൽ, ഈ LS എവിടെ നിന്നാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒറിജിനൽ ഫയൽ എവിടെയാണ്. അപ്പോൾ അതിന് നമുക്ക് നോക്കണേ വിച്ച് കമൻറ്റ് കൊടുത്താൽ അതിൻ്റെ ലൊക്കേഷൻ കാണിക്കും, വിച്ച് LS. അപ്പോൾ നമുക്ക് കാണാം അതിൻ്റെ പാത്താണ് /user/bin/ls. അപ്പോൾ ഈ LS എന്ന് പറഞ്ഞത് ഉള്ളത് ഈ യൂസറിൻ്റെ അകത്തുള്ള ബിന്നിൻ്റെ അകത്തുള്ള ഫോൾഡറിലാണ് ഈ LS ഉള്ളത്. അതായത് നമ്മളൊരു ഇപ്പം എന്താ പറയുക, നമ്മുടെ വിൻഡോസിലൊക്കെ ഉണ്ടാകുന്ന ഡിഫോൾട്ടായിട്ട് ഉണ്ടാകുന്ന കുറച്ച് സോഫ്റ്റ്വെയർസ് ഒക്കെ ഇല്ലേ, ഇപ്പോൾ പെയിൻറ്, CMD, അങ്ങനത്തെ കുറച്ച് അതുമാതിരിയാണ് ഇതൊക്കെ. അപ്പോൾ ഫോൾഡർ സ്ട്രക്ചറിനെ കുറിച്ചിട്ട് ഇത്രയാണ്. ഇത് കൂടുതൽ നിങ്ങൾക്ക് നെറ്റിലൊക്കെ റെഫർ ചെയ്യാം, പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയത് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.